കേരള സാഹിത്യ അക്കാദമി അടക്കമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വന്തം പണം കണ്ടെത്തി ശമ്പളം നൽകണമെന്ന വിചിത്ര ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നു. നിലവിൽ പ്ലാൻ ഫണ്ട് പ്രകാരം അനുവദിച്ചിരുന്ന ശമ്പളത്തുക ഇനി കൊടുക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. സാംസ്കാരിക സ്ഥാപനങ്ങളെ തകർക്കുന്ന പരിപാടിയാണിതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ കൃത്യമായി ശമ്പളം കൊടുക്കുന്നതൊക്കെ തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അതിനൊക്കെ നിശ്ചിതമായ ഏർപ്പാടുകളും നടപടിക്രമങ്ങളും ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാഹിത്യ അക്കാദമി സ്വന്തമായി പൈസ ഉണ്ടാക്കി ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ പുസ്തക വിൽപ്പനയ്ക്കൊക്കെ സാഹിത്യകാരന്മാർ ഇറങ്ങണമെന്ന് വല്ലതും സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ? എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാഹിത്യ അക്കാദമിയുടെ വരുമാനം എന്ന് പറയുന്നത് ഈ പുസ്തകം വിറ്റ് കിട്ടുന്ന തുച്ഛമായ പണവും അതുപോലെ തന്നെ ഈ സാഹിത്യ അക്കാദമിയുടെ ഓഡിറ്റോറിയം എല്ലാം ചെറിയ വാടകയ്ക്ക് കൊടുത്തിട്ടുമാണ്. അതിൽ ഒരു വർഷം അവർക്ക് കിട്ടുന്ന 60 ലക്ഷം രൂപ മാത്രമാണ് എസ്. പക്ഷേ ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് അതിലേറെയുണ്ട്. ഈ ശമ്പളവും മറ്റു കാര്യങ്ങളും എല്ലാം കൂട്ടുമ്പോൾ ഇത് സാഹിത്യ അക്കാദമിയെ മാത്രമല്ല, നിരവധി സ്ഥാപനങ്ങളെ, അതായത് സർക്കാർ പറയുന്ന പ്രകാരം ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്ന സ്ഥാപന വിഭാഗങ്ങളിൽ പെടുന്ന 200ഓളം സ്ഥാപനങ്ങളെയാണ് ഈ പുതിയ ഉത്തരവ് ബാധിക്കുക. അതിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡുണ്ട്, സാഹിത്യ അക്കാദമിയുണ്ട്, ലളിതകലാ അക്കാദമിയുണ്ട്, ചലച്ചിത്ര അക്കാദമിയുണ്ട്. അങ്ങനെ തുടങ്ങി ലൈബ്രറി കൗൺസിലും മനുഷ്യാവകാശ കമ്മീഷന്റെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന പുതിയ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ തനത് ഫണ്ട് കണ്ടെത്തും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു വിചിത്ര ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതാത് സ്ഥാപനങ്ങൾ തനത് ഫണ്ട് കണ്ടെത്തി ശമ്പളം നൽകണം. അതോടൊപ്പം തന്നെ പറയുന്നത്, ഇതിലേക്ക് നയിച്ചതിനെ കുറിച്ച് സർക്കാർ പറയുന്നുണ്ട്, നിരന്തരം ഈ ശമ്പളം കിട്ടാത്തതും കുടിശ്ശിക കിട്ടാത്തതും ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെ തുടർന്നും സർക്കാരിനെതിരെ ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരടക്കം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ശമ്പളം തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സർക്കാർ കൈ കഴുകിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും തന്നെ ഇതിൽ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് കോടതികളെ സമീപിക്കുകയാണെങ്കിൽ സർക്കാരിന് ഇതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം നൽകും എന്നുകൂടിയാണ് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. നമ്മൾ ഇത് സംബന്ധിച്ച ഈ സാഹിത്യ അക്കാദമിയുടെ ചുമതലക്കാരുടെ എല്ലാം വിശദീകരണം തേടിയിരുന്നു. പക്ഷേ അവർ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇവർ പറയുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും ഇത്തരം ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയ ഉത്തരവാണോ എന്നത് സംബന്ധിച്ച് തങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതിനുശേഷം മാത്രം പ്രതികരിക്കാം എന്നുള്ളതാണ് സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ളവർ അറിയിക്കുന്നത്. പക്ഷേ ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തെ അട്ടിമറിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന സ്കെയിൽ.